ഹലോ വെൽക്കം ബാക്ക് ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ഡോൾ ഇങ്ങനെ ഒരു കേക്ക് മേലെ ഇരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു വാനില കേക്കും ഡോൾ കേക്കും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. അതൊക്കെ ഞാൻ കുക്കറിലായിട്ടാണ് ചെയ്തത്. ഡോൾ കേക്കൊക്കെ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഈ കേക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടവർക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ട 4 മുട്ടയാണ്. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുക്കറിൽ കേക്ക് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഞാൻ ഒരു 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു. ഇനി ഒരു ടേബിൾ സ്പൂണ് ഞാൻ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എനിക്ക് പിടിക്കാനുള്ള കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ആ 1 കപ്പ് മൈദ ഇങ്ങനെ നമ്മളിങ്ങനെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഒരുമിച്ച് ആഡ് ചെയ്താൽ അത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡിയായി. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും 1 ടീസ്പൂണ് വിനെഗറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇത് ലാസ്റ്റ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ, ഓവനിലേക്ക് വെക്കുന്നതിന് കുറച്ച് മുന്നേ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും വിനെഗറിനും പകരം ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഓവനിലേക്ക് വെക്കാം. ആദ്യം ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചു. എന്നിട്ട് അത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ IFBയുടെ ഓവനാണുള്ളത്. അപ്പോൾ അതിൽ നല്ല സുഖമാണ് നമുക്ക് ചെയ്യാൻ. ആദ്യം കേക്ക് എന്നുള്ള ഓപ്ഷന് നിൽക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് നിൽക്കിയാൽ മതി. അതിൽ ഓട്ടോമാറ്റിക്കലി ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 45 മിനിറ്റാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം. അപ്പോൾ നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നൂല് വെച്ച് കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു ലെയറിൽ. ഇനി ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ. ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് കോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഡോൾ ഇവിടെ വെച്ചു. അതിൻ്റെ ഫ്രോക്ക് ഡിസൈൻ ചെയ്യാണ്. അപ്പം ഞാൻ ഈ ഒരു നോസിലാണ് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു കളർ വിപ്പിംഗ് ക്രീം റെസിപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ചോക്ലേറ്റ് ഗണാഷും നമ്മൾ ആ വൈറ്റ് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഉച്ചക്ക് അതിൻ്റെ പണി തുടങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഞാൻ ഡെക്കറേഷൻ്റെ ടൈം ആയപ്പോൾ തന്നെ ഇത് ഞാൻ ചോക്ലേറ്റ് ഗണാഷാണ് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം എൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നു. സോ ഞാൻ
സൈഡിൽ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗണാഷ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഗണാഷും കൂടെ ഒരു ജസ്റ്റ് രസത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഡോൾ കേക്ക് ഒരു കേക്കിൽ ഇരിക്കുന്ന സ്റ്റൈലിലാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.